സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ എപ്പിസോഡിലില്ലേ ഒരു ബോൺ മീൽ ഫാർം ഉണ്ടാക്കാന്ന് വെച്ചിട്ട് നിന്നതായിരുന്നു. പക്ഷെ എന്റെ ഐറ്റംസ് ഇല്ലാന്ന്. ഞാനിവിടെ ഗ്രൈൻഡിങ്ങും പരിപാടിയൊക്കെ നിർത്തിയിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ട് വേണ്ട ഐറ്റംസ് ഒന്നും എന്റെ കയ്യിലില്ല. നമുക്ക് ഈ ഒരു ബോൺ മീൽ ഫാർം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടതാണ് സ്റ്റിക്കി പിസ്റ്റൺ. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ മറ്റേ സുനയില്ല, മറ്റേ അതിന്റെ പേര് എനിക്ക് ബറുതോയി പുല്ല്. അത് എന്താണ് സാധനം, പച്ച സാധനം. അതില്ലാത്ത കൊണ്ട് തന്നെ എനിക്ക് സ്റ്റിക്കി പിസ്റ്റൺ ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തില്ല. സ്റ്റിക്കി പിസ്റ്റൺ ഇല്ലെങ്കിൽ എനിക്ക് ബോൺ മീൽ ഫാർം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് വേണ്ട, എനിക്ക് ബോൺ മീൽ ഫാർം വേണ്ടാന്ന്. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു മോബ് ഫാർമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം റിസോഴ്സിന്റെ ആവശ്യമുണ്ട്. ഞാൻ ഓൾറെഡി ഇത് ഇവിടുന്ന് കുറെ അധികം സ്റ്റോൺ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏകദേശം മതിയാവും. പിന്നെ നമുക്ക് ഇതിൽ എത്ര ലെയർ വേണമെങ്കിലും ആഡ് ആക്കാന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. ബൈ ദ ബൈ എല്ലാവർക്കും ഹാപ്പി ആണ് കേട്ടോ. ഞാൻ ഇന്നലെ റെക്കോർഡ് ചെയ്യേണ്ട എപ്പിസോഡ് ഇപ്പൊ ഓണത്തിന്റെ രാവിലെ ഇരുന്ന് റെക്കോർഡ് ചെയ്യാണ്. ആർക്ക് വേണ്ടിയിട്ട്? നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞാനാണെങ്കിൽ ഈ ഒരു മോബ് ഫാർം പണിയേണ്ട നല്ല ലൊക്കേഷൻ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്തിന്റെ നടുവിലായിട്ടാണ് ഈ ഒരു മോബ് ഫാർം ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച് വല്ല വെള്ളത്തിന്റെ മുകളിലും കൊണ്ടുപോയി ഉണ്ടാക്കാന്ന്. അപ്പൊ ആ ട്യൂട്ടോറിയലിൽ പറഞ്ഞ് വെള്ളത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ഉണ്ടാക്കിയ ഒരു പുല്ലും കിട്ടത്തില്ലാന്ന്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ആയ സർഫസിൽ ഉണ്ടാക്കാന്ന്. കറക്റ്റ് ഇത് ഇവിടെ ആയിട്ടാണ് നമ്മൾ ആ ഒരു മോബ് ഫാർം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മരമൊക്കെ എടുത്ത് കളയാനുണ്ട്. ബൈ ദ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നല്ലേ? തോന്നി സബ്സ്ക്രൈബ് ചെയ്. റോഡ് ടു 1K ആണ് ഇപ്പൊ. ഏകദേശം നമ്മൾ 600 സബ്സ്ക്രൈബർ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് അതങ്ങ് തൊടണം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണണം കേട്ടോ. കുറെ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഞാനിത് ഡെയിലി എപ്പിസോഡ് മുടക്കാതിരിക്കാൻ വേണ്ടി ഓണത്തിന്റെ രാവിലെയാണ് ഇപ്പൊ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യണത്. അതുകൊണ്ട് മൊത്തം ഇരുന്ന് കാണണം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു മോബ് ഫാർമിന് ഈ കാണുന്ന ഐറ്റംസ് മതി കേട്ടോ. നമുക്ക് എന്തായാലും നേരെ പോയിട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ഞാനാണെങ്കിൽ ഇത് ഈ കാണുന്ന ഏരിയ മൊത്തം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇവിടെ നേരെ ബിൽഡ് ചെയ്താൽ മതി. എൻ്റെ ആണെങ്കിൽ കുറെ ചപ്പ് ചവറ് കയറി. ഇതൊക്കെ എനിക്ക് എന്തിനാണാവോ? അപ്പൊ ഇതൊക്കെ എടുത്ത് നമുക്ക് വെള്ളത്തിലേക്ക് എറിയാം. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള ഈ ഒരു വാട്ടർ ബക്കറ്റിൽ ഫുള്ളും വെള്ളം ഫില്ലാക്കാം. ഒരു കാര്യം എടുക്കാൻ വിട്ടുപോയി, ബെഡ്. അത് ഞാൻ എടുത്തില്ലാന്ന്. നമുക്ക് പോയിട്ട് ബെഡ് എടുക്കാം. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ താഴോട്ടൊന്ന് നോക്കിയേ. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലാന്ന്. പെട്ടെന്ന് ചെയ്. നമ്മളെ ടാർഗറ്റ് അറിയാലോ 30. പെട്ടെന്ന് ലൈക്ക് ചെയ്. നമ്മൾ ഈ ഒരു മോബ് ഫാർമിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്നും 100 ബ്ലോക്ക് മുകളിലേക്ക് പോകണം. അപ്പൊ എന്തായാലും നമുക്ക് അത് ആദ്യം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം 100 ബ്ലോക്ക് ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് 4x6 പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ഞാനാണെങ്കിൽ ഈ ഒരു ഫാർം ഉണ്ടാക്കുന്നത് ഒരു ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ്. അവൻ പറഞ്ഞില്ല എന്നോട് സ്ലാബ് എടുക്കാൻ. ഇപ്പൊ ഞാൻ ആ മുകളിൽ കയറിയതിനു ശേഷം സ്ലാബ് എടുക്കാൻ പറയാണ്. ഞാൻ അങ്ങനെ സ്ലാബ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഇവിടുന്ന് ഒരു 2 ബ്ലോക്ക് വിട്ടിട്ട് ഇത് ഇവിടെ ആയിട്ട് ജസ്റ്റ് വെച്ചു കൊടുക്കണം. എന്നിട്ട് അതിന്റെ ബാക്കിൽ ഹോപ്പർ വെച്ചു കൊടുക്കണം. അയ്യോ, ഒരു ഹോപ്പർ മുകളിൽ പോയിട്ട് അത് വിഷയമൊന്നുമില്ല. നമുക്കിതിങ്ങനെ പൊളിച്ചെടുത്തിട്ട് മാറ്റാം. എവിടെ പോയി? ഓക്കെ, അതിന്റെ ഇടയിൽ പോയി ചെസ്റ്റിലിരുന്നവൻ. അപ്പൊ എന്തായാലും അതെടുത്തിട്ട് നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഇങ്ങനെ സ്ലാബ് വെച്ചു കൊടുക്കണം. ഈ സ്ലാബാണ് ഞാൻ എടുക്കാൻ വിട്ടുപോയത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ട്രീ ഫാർം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ പറഞ്ഞു തരുന്ന പോലെ ഞാൻ ആ എപ്പിസോഡിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എത്ര ആക്കി ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അങ്ങനത്തെ എപ്പിസോഡാണ് ഇഷ്ടമല്ല, ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കുന്നതാണോ ഇഷ്ടം എന്ന് പറഞ്ഞുതരാം. അങ്ങനെ നമ്മളെ മോബ് ഫാർം ഏകദേശം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു സ്റ്റേഴ്സ് വെച്ചു കൊടുക്കണം. ഇനി നേരെ താഴോട്ട് പോയിട്ട് ഈ നൈറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യണം. ഞാൻ ബെഡ് എടുക്കാൻ മറന്നുപോയി. ബെഡ് എടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. ഇനി നമ്മളെ കയ്യിലുള്ള ഈ ഒരു ടോർച്ച് എടുത്തിട്ടില്ലേ, ഒരു ടോർച്ച് ഇത് ഇവിടെ വെച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ടോർച്ച് എടുത്തിട്ട് ഇവിടെ വെച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ ബെഡ് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്യാം. ഇനി എങ്ങാനും മീത്തന്ന് വീണ് ചത്ത് കഴിഞ്ഞാൽ നമ്മളെ കാര്യം തീരുമാനമായി. ഇനി നമുക്കൊരു 19 ബ്ലോക്ക് മുകളിലേക്ക് പോകണം. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫാർം സ്റ്റോൺ ബ്രിക്സ് ഉണ്ടാക്കിയിട്ട് ഇതാക്കുന്നതായിരുന്നു നല്ലത്. പക്ഷെ എനിക്ക് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ മൊത്തം സ്റ്റോൺ വെച്ചിട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 19 ബ്ലോക്ക് ഹൈറ്റിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഒരു സൈൻ ബോർഡ് വെക്കണം. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടും ഒരു സൈൻ ബോർഡ് വെക്കണം. പിന്നെ ഇത് ഇവിടെ ആയിട്ടും ഒരു സൈൻ ബോർഡ്, അതേ സെയിം സാധനം ഇവിടെയും. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള ഒരു വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഇത് ഇവിടെ ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും 4 ബ്ലോക്ക് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോർമലായിട്ട് എല്ലാ മോബ് ഫാർമിലും ചെയ്യുന്ന അതേ കാര്യം എല്ലാ സൈഡിലും 7 ബ്ലോക്ക് വെച്ചിട്ട് പോകുന്നില്ല. ആ സംഭവം തന്നെ നമുക്ക് ഇതിലും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ മോബ് ഫാർം ഏകദേശം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് 1 ബ്ലോക്കും കൂടി ഹൈറ്റിലേക്ക് കൊണ്ടുപോകണം. ഇപ്പൊ തന്നെ ഇത് തലക്ക് മേഘം തട്ടണെന്ന് കണ്ടോ. ഇത് മേഘമാണ് നമ്മളെ ഈ മൈൻക്രാഫ്റ്റിൽ. ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞെങ്കിൽ ഞാൻ
മേഘത്തിന്റെ അതേ ലെവലിലാവും. അപ്പൊ എനിക്കിങ്ങനെ ഒരു മൂടിയ വ്യൂ ആണ് കാണുന്നത്. അങ്ങനെ നമ്മളെ മേഘം ദാ ഇതുപോലെ നീങ്ങി നീങ്ങി പോയതുകൊണ്ട് ഇപ്പൊ സെറ്റായി. ഇല്ലെങ്കിൽ നമുക്കൊരു ഫോഗ് പിടിച്ച പോലത്തെ വ്യൂ ആണ് കണ്ടോണ്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും നമുക്ക് ഇതുപോലെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ചെറുതായിട്ട് ഒരു അൺലിമിറ്റഡ് വാട്ടറിന്റെ സംഭവം ഉണ്ടാക്കിട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ചത്ര വെള്ളം നമ്മളെ കയ്യിലില്ല. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഈ ഒരു ബ്ലോക്ക് ഒക്കെ വെച്ച് ഇവിടെയൊക്കെ ഫില്ലാക്കി കൊടുക്കണം. ഇനി അടുത്തത് നമ്മളെ കയ്യിലുള്ള ഈ ഒരു ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കണം. നമുക്ക് എന്തായാലും ഈ ഒരു ഫാർം വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് 2 ലെയർ ആക്കിയിട്ട് തന്നെ ബിൽഡ് ചെയ്യാം. അപ്പൊ എന്റെ കയ്യിലാണെങ്കിൽ ഇനി ഐറ്റംസ് ഒന്നും അത്രയില്ല. നമുക്ക് എന്തായാലും പോയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കാം. ഇനി ഇവിടുന്ന് നേരെ താഴോട്ടേക്ക് തുള്ളണം. അതാണ് മെയിൻ പരിപാടി. അയ്യോ ജനക്ക് പോയേ, അയ്യോ ചാവല്ലേ. അങ്ങനെ നമ്മൾ താഴെ എത്തി. സേഫ് ലാൻഡിങ് ആയിരുന്നു. നമുക്ക് എന്തായാലും പോയിട്ട് കുറെ അധികം ഐറ്റംസ് എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ ഏകദേശം കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കാനുണ്ട്. പക്ഷേ നമുക്കിനി സെക്കൻഡ് ലെയറും കൂടി ചെയ്തെടുത്തിട്ടായിട്ട് ഇവിടെ മൊത്തം ഫിനിഷ് ചെയ്യാം. അങ്ങനെ ഇതിന്റെ സൈഡിലായിട്ട് ഞാൻ ചുമരൊക്കെ കെട്ടിയെടുത്തിട്ട് നമ്മളാണ് ആലോചിച്ചത്. ആ ഒരു വീഡിയോയിൽ ഇവിടെ ആയിട്ട് ട്രാപ്പ് ഡോർ ആണ് വെക്കുന്നുള്ളത്. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ ഷീപ്പ് ഉണ്ടല്ലോ. അപ്പൊ ആ ഷീപ്പിന്റെ വൂള് വെച്ചിട്ട് കാർപ്പറ്റ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചാൽ പോരെ, അതല്ലേ നല്ലത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എടുത്ത് ചാടാം. അങ്ങനെ ഇവിടെ ഒട്ടുമിക്ക ഷീപ്പിന്റെയും വൂള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കാർപ്പറ്റ് ആക്കി മാറ്റാം. അങ്ങനെ നമുക്ക് ഏകദേശം 60 കാർപ്പറ്റേ കിട്ടിയിട്ടുള്ളൂ. ഇത് മതിയാവോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ ഫൈനലി ഒരു സ്റ്റാക്കും അതുപോലെ തന്നെ 11 വൈറ്റ് കാർപ്പറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നിരത്തി പിടിച്ച് വെക്കാം. അങ്ങനെ ഈ ലെയർ മൊത്തം ഞാൻ കാർപ്പറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ ഉണ്ടാക്കാം. അങ്ങനെ നമ്മളെ മോബ് ഫാർമിന്റെ മൊത്തം പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷെയ്ഡർ ഓൺ ആക്കി ഓഫാക്കി കളിക്കുന്നതാണ്. കാരണം ഈ ഒരു മേഘം നമ്മളെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഫോഗ് പിടിച്ച പോലത്തെ ഒരു എഫക്റ്റ് ആണ്. കണ്ടോ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഹൈറ്റിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത്. എന്തായാലും നമ്മളെ കയ്യിലുള്ള ഈ ഒരു ടോർച്ച് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്പാം ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മളിത് ഇവിടെ ടോർച്ചൊക്കെ സ്പാം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് നൈസിൽ ഇറങ്ങണം. അതിനു മുമ്പ് നമുക്ക് എന്തായാലും ഇന്നത്തെ ഡേ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മളെ മോബ് ഫാർം ഏകദേശം വർക്കിംഗ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി ഇവിടെ കുറച്ച് നേരം AFK ഒക്കെ നിന്ന് കഴിഞ്ഞെങ്കിൽ അത്യാവശ്യം മോബ്സും കാര്യങ്ങളൊക്കെ സ്പോൺ ആവും. നമ്മളെ മോബ് ഫാർമിന്റെ ഉൾവശത്ത് ഇങ്ങനെയാണ് കണ്ടോ. കുറെ അധികം ക്രീപ്പറും അതുപോലെ തന്നെ ഈ ഒരു സ്കെൽട്ടണും കാര്യങ്ങളൊക്കെ എല്ലാം സ്പോൺ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും പതിയെ ഇങ്ങനെ താഴോട്ട് വീണുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.